വർഗീയതയുടെ വിഷവിത്ത് പാകി വോട്ട് കൊയ്ത് ജയിച്ചു കയറാമെന്ന് മോഹിച്ച ചിലരുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു കഴിഞ്ഞ വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലം. എന്നാൽ തോറ്റിട്ടും തോൽവി സമ്മതിക്കാതെ തങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മൂടിവെക്കാൻ നോക്കിയവർക്ക് ഇപ്പോൾ കൃത്യമായ മറുപടി കിട്ടാൻ പോവുകയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഭരിക്കുന്നത് LDF സർക്കാരല്ല, UDF സർക്കാരാണ്. ആഭ്യന്തര വകുപ്പിന്റെ കസേരയിൽ രമേശ് ചെന്നിത്തല ഇരിക്കുന്നുണ്ടെങ്കിൽ വർഗീയത കളിച്ച് രക്ഷപ്പെടാമെന്ന് ആരും കരുത വേണ്ട. ആ കണക്കുകളെല്ലാം കൃത്യമായിട്ട് പറയിക്കുക തന്നെ ചെയ്യും. കുറ്റ്യാടി MLA പാറയ്ക്കൽ അബ്ദുള്ള നേരിട്ടെത്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അട്ടിമറിക്കാൻ സമ്മതിക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസ് പുനരന്വേഷിക്കാൻ അടിയന്തര നിർദ്ദേശമാണ് രമേശ് ചെന്നിത്തല നൽകിയിരിക്കുന്നത്. മുൻപ് എങ്ങനെയൊക്കെ കേസ് ഒതുക്കി തീർക്കുവാനും അന്വേഷണം അവസാനിപ്പിക്കാനും നോക്കിയവർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. ഫോറൻസിക് റിപ്പോർട്ടുകൾ അടക്കമുള്ളവ വേഗത്തിലാക്കി പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് ആസ്ഥാനത്ത് ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. വടകരയിൽ ജനങ്ങൾക്കിടയിൽ മതവിദ്വേഷം ഉണ്ടാക്കാൻ നോക്കിയ ആ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് എവിടെയെന്നാണ് പോലീസ് തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഇടതുപക്ഷ സൈബർ ഗ്രൂപ്പുകളിലായിരുന്നു. റെഡ് എൻകൗണ്ടർ, റെഡ് ബറ്റാലിയൻ തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് 2024 ഏപ്രിൽ 25 ഉച്ചയ്ക്ക് ഈ വിഷം ആദ്യം വന്നു വീഴുന്നത്. അമൽ റാം എന്ന വ്യക്തി ഗ്രൂപ്പിലിടുന്നു. തൊട്ടു പിന്നാലെ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജ് അത് ഏറ്റെടുക്കുന്നു. ഒടുവിൽ രാത്രി ആയപ്പോഴേക്കും സഖാക്കളുടെ സ്വന്തം പോരാളി ഷാജി എന്ന പേജിലൂടെ അഡ്മിൻ അബ്ബാസ് ഇത് വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്തൊരു ആസൂത്രിതമായ നീക്കമായിരുന്നു അത്. എന്നിട്ടാണ് ഇക്കൂട്ടർ വലിയ മതേതര പ്രസംഗങ്ങൾ നടത്തുന്നത്. വോട്ടിന് വേണ്ടി ഏത് തറവേലയും ചെയ്യാൻ മടിക്കാത്ത ഈ സൈബർ പോരാളികൾക്ക് ഇപ്പോൾ ശരിക്കും കാലം തെറ്റിയിരിക്കുകയാണ്. പോരാളി ഷാജിമാരൊക്കെ ഇനി ജയിലിന്റെ അഴി എണ്ണി കിടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആരെയും വ്യക്തിഹത്യ ചെയ്യാമെന്നും വർഗീയത പടർത്താമെന്നും വിചാരിച്ച സൈബർ ഗുണ്ടകളുടെ അഹങ്കാരം ഈ UDF സർക്കാർ തകർക്കുക തന്നെ ചെയ്യും. ഇത് വടകരയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ മത്സരിച്ച ഫാത്തിമ തഹ്ലിയക്കെതിരെ ഖൗമിലെ കുട്ടി എന്ന തരത്തിൽ ഇതേ ആളുകൾ വലിയ തോതിൽ തന്നെ കുപ്രചാരങ്ങൾ നടത്തിയിരുന്നു. അവിടുത്തെ ജനങ്ങൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട് തന്നെ ആ നീക്കവും പാളി. സ്വന്തം പാർട്ടിക്ക് ജനപിന്തുണ നഷ്ടപ്പെടുമ്പോൾ വികസനവും ജനക്ഷേമവും പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കെൽപ്പില്ലാതാകുമ്പോൾ വർഗീയതയുടെ കാർഡ് ഇറക്കുക എന്നത് CPMന്റെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ജനങ്ങളെ എക്കാലവും പറ്റിക്കാൻ നിങ്ങളെ കൊണ്ടാകില്ല. വർഗീയത പറയുക എന്നിട്ട് ജനങ്ങളെ തള്ളിക്കളയുമ്പോൾ നാണം കെട്ട് തോൽക്കുക, ഇതാണ് ഇപ്പോൾ CPMന്റെ പ്രധാന തൊഴിൽ. ഇതിനൊക്കെ ജനങ്ങൾ നൽകിയ മറുപടിയാണ് തെരഞ്ഞെടുപ്പിൽ ആ വമ്പൻ തോൽവി. വ്യാജരേഖകളും സ്ക്രീൻഷോട്ടുകളും ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കിയവർ ആരായാലും, അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച വൻ സ്രാവുകൾ ആരായാലും അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ജനങ്ങളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം കലർത്താൻ നോക്കിയ ഇടതുപക്ഷ സൈബർ സംഘങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയും ശിക്ഷയും ഈ UDF സർക്കാർ ഉറപ്പാക്കും. ഈ നാട്ടിൽ സമാധാനവും മതേതരത്വവും തകർക്കാൻ നോക്കുന്ന ഒരൊറ്റ കുറ്റവാളിയെ പോലും വെറുതെ വിടില്ല. ചെയ്തു കൂട്ടിയ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൃത്യമായ കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് UDF സർക്കാർ മുണ്ടും മടക്കി കുത്തി ഇറങ്ങിക്കഴിഞ്ഞതോടെ ഷാഫിയുടെ എതിർ സ്ഥാനാർത്ഥിയായി നിന്ന് തോറ്റും ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്നും തോറ്റ ശൈലജയുടെ കഥ കട്ടപ്പുകയാകുമെന്ന കാര്യത്തിൽ സംശയം ഇനി ഒട്ടും വേണ്ട.